ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് തിന്നുന്നത് മൈൻക്രാഫ്റ്റാണ്. പക്ഷേ നമ്മൾ അന്ന് കളിച്ചിരുന്ന എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് മൈൻക്രാഫ്റ്റ് ആയിരുന്നു. ഇന്ന് കളിക്കുന്നത് ഒറിജിനൽ 100% ഒറിജിനലായ മൈൻക്രാഫ്റ്റാണ്. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ രണ്ടാമത്തെ വീടാണ്. ആദ്യത്തെ വീട് നമ്മൾ സാൻഡ് എടുക്കാൻ പോയിരുന്നു. ഇവിടെ എവിടെയോ കൊണ്ടേ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വീട് ഒരു മലയുടെ മേളിലായിരുന്നു. അത് നമുക്ക് കിട്ടിയില്ല, അത് പോയി. ഞാൻ ഈ വീടിൻ്റെ ഉൾവശം കാണിച്ചു തരാം. നമുക്ക് കുറേ ചെയ്യാൻ കിടക്കുന്നില്ല ഉള്ളിൽ. ആകെ ഇപ്പം നമ്മളിവിടെ ഒരു ബെഡും ഇത് മാത്രമേ, പിന്നെ കുറച്ച് ലൈറ്റും എല്ലാം. പിന്നെ ഇവിടെ നമ്മുടെ ഒരു മരമുണ്ട് ഇങ്ങനത്തെ. ആണ്ടിപ്പുറത്ത് ഒരു തൈ വെച്ചിട്ടുണ്ട് മരത്തിൽ. നമുക്ക് ആ മരം മുറിക്കുമ്പോൾ കിട്ടുന്നതാണ്, മരത്തിൻ്റെ ഇലകൾ മുറിക്കുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ സ്മെൽറ്റ് എല്ലാം ചെയ്യുന്ന ഐറ്റംസാണ്. ഇപ്പം ഇവിടെ ഉള്ളത് ഇതും പിന്നെ ഇതുമാണ്. ബാക്കിയൊന്നും വെച്ചിട്ടില്ല. ഇതൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കണം. നമുക്കിന്ന് ചെയ്യാനുള്ള കുറേ സ്റ്റോൺ മൈൻ ചെയ്തുകൊണ്ട് വേണം. സ്റ്റോണും പിന്നെ കുറേ തടികളും. നമുക്ക് പല ഇതിനും തടികൾ വേണ്ടിയതാണ്. നമുക്ക് വേണ്ടി ഇങ്ങനത്തെ തടികളുടെ ഇതേപോലെ തൈ കൊണ്ടിട്ടുകൊണ്ട് എളുപ്പം നമുക്ക് തടി ഉണ്ടാക്കാൻ പറ്റും. സ്റ്റോണെന്ന് പറഞ്ഞാൽ ഇതേപോലെ കൊക്കയിൽ വല്ലതും എടുത്താൽ മതി. അതെന്തോ ഉണ്ടല്ലോ, മഷ്റൂം. ഇത് വീണു പോയി കഴിഞ്ഞാൽ തരിയും കിട്ടുന്നില്ല നമ്മളുടെ. നമുക്ക് ചെയ്യാം. ഇപ്പം ഈ നമ്മൾ വെച്ച് ഈ തൈ തന്നെ നമുക്ക് തന്നെ വെട്ടിയെടുക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പിക്കാക്സ് ഉണ്ടാക്കിയേക്കാൻ ആവശ്യമുണ്ട്. സ്റ്റോൺ കുറവാണ് നമ്മുടെ കയ്യിൽ. പിക്കാക്സ് പിക്കാക്സിൻ്റെ ഇത് വരുന്നില്ലല്ലോ. നമുക്ക് അയച്ചു കൊടുക്കാം, അന്നേരം വരുമായിരിക്കും. ഇതൊന്നും മുമ്പൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും കാണിക്കാത്തതെന്ന് തോന്നുന്നു. സാധാരണ ഇവിടുത്തെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കാണേണ്ടതാണ്. ജസ്റ്റ് ഷവർ എടുക്കാം, അതേ ഉള്ളൂ വരി. ഓക്കെ, ഇത് വെച്ച് ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ ചെടിയെന്ന് വരുമ്പോൾ നമുക്ക് സാധനം നമുക്ക് ഈ മരങ്ങളുടെ തൈകളെല്ലാം ഈ ചെടി ഇതിങ്ങനെല്ലാം പൊട്ടിക്കാൻ കിട്ടും. അതെല്ലാം കൂടെ കളയാതെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യം വരുന്നു. ഇതൊന്നും ചെയ്യാത്ത കാര്യങ്ങളെല്ലാം ഇത് നമുക്കിപ്പോൾ അതൊരു സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാം നോക്കണം. കുറേ സ്റ്റിക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഫുള്ളെടുത്ത് മാറ്റിയേക്കാം, അല്ലെങ്കിൽ ഈ വീടിൻ്റെ അവിടെ പകുതി ഇങ്ങനെയൊക്കെ വിട്ടുകയാണ്. അടുത്ത തൈയും കിട്ടി നമുക്ക്. ഇതിൻ്റെ തൈയാണേ, ഇതിൻ്റെ കുതിരയാണ് വീട്ടിൽ ഓടാ. അവിടെ ഒരു കോഴി നിൽക്കുന്നത്, അതിന് കാര്യമൊന്നുമില്ല.
കോഴിമുട്ടയും കിട്ടി. ഓക്കെ, പിന്നെ വല്ലതും കിട്ടിയോ? പിന്നെ ഗൈസ് എനിക്ക് തോന്നുന്നു നമ്മൾ മരം വെട്ടി കൊണ്ടിരുന്നപ്പോൾ കുറച്ചുകൂടെ കിട്ടിയെന്ന് തോന്നുന്നു. എൻ്റെ കണ്ണിൽ നിന്ന് എൻ്റെ അടുത്തുനിന്ന് കാണാത്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പോഴെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റത്തില്ല ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാൻ മേലത്തെ മറ്റേ ബോക്സിൽ പോയി നോക്കാം. ഇപ്പം എൻ്റെ ഇതിനകത്ത് പറ്റത്താണെങ്കിലോ. ഇതിനകത്ത് പറ്റും. നമുക്കിന്നത്തെ ആയുധങ്ങളിനകത്ത് പോവാം. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. വുഡ് ഉണ്ടാക്കണമെങ്കിൽ തടി വേണം. ഇതാണ് ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ തടി വേണം. ഇതെൻ്റെ മെയിൻ കുരുപ്പം. ഈ തടിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു പിക്കാക്സ്, പിന്നെ ഒരു ഷവറോട് ഉണ്ടാക്കാം. ഷവറ് വാളിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇത് വേണമെന്ന് സ്റ്റോൺ ആക്സ് ഇതിടാം. മതിയായിരിക്കും. ഉണ്ടാക്കി ആക്കുക. നമ്മളൊരെണ്ണം ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഇല്ല ഗൈസ്, നമ്മുടെ ഇത് ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റ് വെക്കണം. ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണമല്ലോ. നമുക്ക് ഇതേപോലെ ഈ കിടക്കുന്ന തടി കണ്ടോ, ഇത് പിന്നെ തടി നമുക്ക് ഉണ്ടാക്കാനുണ്ട്. ഇതെടുത്ത് ഇങ്ങോട്ടിട്ട് നോക്കാം. അതെ, ഫുള്ളും ഉണ്ടാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് 29 അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് നമ്മൾ സ്മെൽറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. കോള് നമുക്ക് ഇഷ്ടമുണ്ട്. ഇതിനെക്കൊണ്ട് ആവശ്യമില്ല. നമുക്ക് മരത്തിന് തൈ കിട്ടിയിട്ടുണ്ട്. 5 സ്റ്റിക്ക്, 2 ഇറച്ചി, പിന്നെ ഇവിടെ 29 ഇറച്ചികളുണ്ട്. ആപ്പിൾ 1, അങ്ങനെ ലൈറ്റ്നസ് ഉണ്ട്. ഇനി വല്ലതും ഉണ്ടാക്കാൻ പറ്റുമോ? ഗ്ലാസ് ബോട്ടിൽ ആവശ്യമില്ല. ഇതന്നെ പങ്കിൻ്റെ കേക്ക് ആവശ്യമില്ല നോക്കുന്നു. പിന്നെ ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? അയൺ വേണം. അയൺ എങ്ങനെ ഉണ്ടാക്കുന്നത്? ഓക്കെ, നമുക്ക് നിലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇത്രയും സാധനങ്ങളാണ്. നമ്മൾ അത്ര ഉണ്ടാക്കിയതും ഉണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് പോയി ഞാൻ നോക്കാൻ പോയി. നമുക്കൊരു കാര്യം നോക്കാം. ഇവിടെ മറ്റേ ബോക്സ് കാണുമല്ലോ. ഇത് ഉണ്ടാക്കാൻ പറ്റും. നമുക്കൊന്ന് കുറച്ചുണ്ടാക്കി വെക്കാം. ആവശ്യമുണ്ട്. 2 ഫുള്ളും ഇത് തന്നെ ഉണ്ടാക്കാം. ഇത് മെയിൻ വേണ്ടി ഐറ്റമാണ്. ഇത് ചുമക്കാൻ ഭയങ്കര വെറുതെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് അവിടെയല്ലേ, നമുക്ക് ഇതിൻ്റെ ഇവിടെ ആക്കി വെക്കുക. വേണം നമ്മുടെ റൂമിൽ വെച്ച് കൊടുക്കാം. യെസ്, ഇതിനെ ഇതിലൂടെ വെക്കാം. നമുക്ക് ഇവിടെ ചെസ്റ്റ് വെക്കാം. ആദ്യം ചെസ്റ്റ് വെക്കാം. ഒന്ന് നമുക്ക് റൂമിലും വെക്കാം. ഇരിക്കട്ടെ. എല്ലാം നമുക്ക് ആവശ്യമുള്ള വരും വെക്കണമെങ്കിൽ ആയുധങ്ങൾ അങ്ങനെ വല്ലതും വെക്കാം. നമ്മുടെ ഇപ്പോൾ ഒത്തിരി ഐറ്റംസ് ഉണ്ട്, അതിൽ വെക്കാനുണ്ട്. ഇവിടെ ആക്കി വെച്ചോളാം. ഓക്കെ, ഇപ്പം നമുക്ക് ബോട്ടിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നത്. ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ വെക്കാൻ ഉണ്ടെന്ന് ചോദിച്ചാൽ മീറ്റെല്ലാം നമുക്ക് അവിടെ
വേണമെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ എടുക്കാൻ പറ്റും വറുത്ത്. ചെടിയുടെ ആവശ്യം ഇല്ല. നമുക്കിത് കൂടെ വെച്ചേക്കാം. സീഡ്സ് ഉള്ളത് ആവശ്യമൊന്നുമില്ല. സോയിലിൻ്റെ ആവശ്യമില്ല, ഗ്ലാസിൻ്റെ ആവശ്യമില്ല. ഫുഡ് മുഴുവൻ ഇവിടെ വെച്ചാലോ. സീഡ്സ് ഇവിടെ വെച്ചേക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇതും ഇഴിക്കട്ടെ. അല്ല വേണ്ട, നമുക്ക് ഇവിടെ അങ്ങനെ വെക്കാം. അവിടെ സീഡ്സും ഡോറും ഇവിടെ കഴിക്കാം. പിന്നെ ടോർച്ച് നമുക്ക് ഇവിടെ വെക്കാനുള്ളതാണ്. ടോർച്ച് ഗ്ലാസ് ഇവിടെ വെക്കാനുണ്ട്. പിന്നെ വൂളിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ വെക്കേണ്ട ആവശ്യമുണ്ടോ? വച്ചേക്കാം. ഇവിടെ ബ്ലാക്ക് ഷീപ്പിൻ്റെ വൂളും ഉണ്ട്. ഷുഗർ ഉള്ളത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇരിക്കട്ടെ. പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് വൂള് അതും വെക്കാം. കോളിൽ നമുക്ക് മേളിൽ കൊണ്ടുപോകുന്നത് പങ്കിനെല്ലാം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അല്ല, നമുക്ക് പങ്കിയും അവിടെ വീടിൻ്റെ അവിടെ വല്ലതും വെക്കാം. കുറച്ച് പങ്കിൻ തൈകൾ അവിടെ കിളർന്ന് നിൽക്കുന്ന ഗൈസ്. സീഡിൻ്റെ ഒട്ടുമില്ല. ഇത് സീഡല്ലേ? പങ്കിൻ സീഡ്. പങ്കിൻ്റെ സീഡ് ഇത് നടാൻ പറ്റുമോ ഇത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിക്കിൻ്റെ ആവശ്യം ചിലപ്പോൾ വരുമായിരിക്കും. ബാക്കി നമുക്ക് മേളിൽ കൊണ്ട് വെക്കാം. ആപ്പിളിൻ്റെ ആവശ്യമേ ഇല്ല, അതും ഓടിക്കട്ടെ. പിന്നെ മുത്തകൾ നമുക്ക് പേപ്പറിൻ്റെ ഒട്ടും ആവശ്യമില്ല. പേപ്പർ ഞാൻ ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കണം. ഏനയുടെ ആവശ്യം അങ്ങനെ ഇല്ല. ഇരിക്കട്ടെ. ഇപ്പോൾ കുഴിക്കറി പാടാം. ഗൈസ് നൈറ്റായിട്ട് നമുക്ക് ഇത് കിടന്നുറങ്ങാം. ഓക്കെ, എന്നായിരിക്കും മിടുക്കാണ്. പശുവിൻ്റെ ഒന്ന് പാലിട്ടു. ഒത്തിരി വർഷം കേസ് പാലൊന്നുമില്ല. കടുത്ത പാലും വേണമെങ്കിൽ ഇവിടെ കയറ്റി വെക്കാം. ഈ 2 തൈ എടുത്ത് വെക്കാം. ഓക്കെ, ഈ മരത്തിലേക്ക് അപ്പെടുന്നു. ഇങ്ങനെ വെക്കുക. ഒന്ന് ഇവിടെ മതി, ഇങ്ങനെ വെച്ചാൽ മതി. ഈ മരം സാധാരണ വരാണ്. ഇത് ഇത്ര നേരം കളിച്ചിട്ടില്ല. ഞാൻ പങ്കിനുള്ള സ്ഥലം കാണിച്ചത്. അവിടെ കുറച്ച് പങ്കെടുത്ത് നമ്മുടെ വീടിൻ്റെ അവിടെ കൃഷി വരെ ഒക്കെ. കൊക്കെയാണോ? യെസ്, നമ്മൾ മൈനിങ് ഏരിയ ആകുന്നത്. കോൾ മൈനിങ് ഏരിയ. നമുക്കിവിടെ കുറച്ച് കോൾ എടുക്കാറുണ്ട്. ഓക്കെ, പിക്കാസ് ഉണ്ടോ? സ്റ്റോൺ പിക്കാസ് ഉണ്ടോ? കോൾ ഇട്ടിട്ടുണ്ട്. സ്റ്റോൺ ലാസ്റ്റ് ഒന്ന് മേടിച്ച് കൊണ്ടുപോവാം. അയ്യോ,
നമുക്കിതൊന്നും ഒന്നുമില്ല. നമുക്ക് മേലിൽ പോയി ഇതുകൊണ്ട് വല്ലതും കാണിക്കാൻ പറ്റും. സ്മെൽറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്നും നടക്കില്ല കേസ്. കോൾ അവിടെ ഇരിക്കണം. കോളിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് വെച്ചൊക്കെ ആവശ്യമൊക്കെ എടുക്കാൻ മതി കേട്ടോ. നമുക്ക് കാണിക്കാം. നമ്മുടെ 2 ചിക്കനുണ്ട്, അത് എടുത്ത് വെച്ചുക. ഇത് ചാക്കോളാണ്. ഇതൊന്നും കിട്ടാൻ പോലും പാടുപെട്ട. നമുക്ക് കൂള് തന്നെ നോക്കാം. ഇനി ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ബാക്കി ചിക്കൻ സെറ്റ് ആയിക്കോളും. ഓക്കെ, നമ്മൾ ചിക്കൻ സെറ്റായി. രണ്ടാമത്തതും സെറ്റായി. മൂന്നാമത്തെ 4-ാമത്തോടെ ഉള്ളൂ. അടുത്ത് വെച്ച് കൊടുക്കാം. നമുക്കിതിൻ്റെ ഇവിടെ കൂള് വെച്ച് കൊടുക്കുക. എൻ്റെ പവർ തീരാനായി. ഓക്കെ, ഇപ്പോൾ വളർത്തേ. ഓക്കെ, ഓക്കെ, നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നീ വീണ്ടുമോ? ഗ്ലാസ് ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യമില്ല. ഗ്ലാസ് ആവശ്യമുള്ളത് നമുക്കുണ്ട്. മുട്ട വെച്ച് വരുമ്പോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പങ്കയം വെച്ചോ? ഒന്നുമില്ല. ഓ, നമ്മുടെ ഇതുണ്ടായിരുന്നു. ഇത് വെച്ച് കൊടുക്കാം.
നമ്മൾ 3 ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എടുക്കില്ല, നമുക്ക് അതിന് ആവശ്യമൊന്നുമില്ല. എനിക്ക് ചിക്കൻ കഴിക്കാം. നമുക്ക് ജസ്റ്റിനകത്ത് ഇത് കൊടുക്കാം. ചാർക്കോൾ കോള് ഒഴിക്കണം. ഇതുകൊണ്ട് ഷുഗർ ക്യൂബ് നടക്കാൻ വിധത്തുള്ള ഏതൊരു ഗുണമില്ല. പങ്കിൻ്റെ സീഡിലേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഫാനിൻ്റെ ആവശ്യമില്ല, ബ്രെഡിൻ്റെ ആവശ്യമുണ്ട്, ടൂണിൻ്റെ ആവശ്യം വേണ്ടി വരുമായിരിക്കും. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ഓടിക്കട്ടെ. പിന്നെ വുഡിൻ്റെ ആവശ്യമൊക്കെയില്ല, നിരവധി. ഏണീൻ്റെ ആവശ്യം മലയ്ക്കകത്ത് പെട്ടുപോയി ഏണിയേ ഉള്ളൂ മീനെ വരെ. പിന്നെ സ്റ്റിക്കിൻ്റെ ആവശ്യം വരുമായിരിക്കും ഇവരെ ഉണ്ടാക്കുന്നില്ല. പിന്നെ ചെടി നമുക്ക് പുറത്ത് നടാനുണ്ട്. സ്റ്റോണിൻ്റെ ആവശ്യവും ഈ സ്റ്റോണിൻ്റെ ആവശ്യമില്ല. ഇതന്നെ എഗ്ഗിൻ്റെ ആവശ്യം നമുക്ക് നിലവിലില്ല, അവിടെയില്ല. ഓക്കെ, നമ്മൾ ഇന്റേൺഷിപ്പ് നമുക്കിനി വൈകിട്ട് നമ്മുടെ വീട് വെച്ചിട്ട് വരാം. ഒരു ബ്രീഡ് വയ്ക്കുന്നത് ഇയാളുടെ എമറാൾഡ് ഡയമണ്ട് ഇല്ലാതെ അയാൾക്ക് വരാം. നമ്മുടെ കയ്യിൽ അതും ഇല്ല, അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കൊടുക്കാനും പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, സംഭവിക്കുന്ന മത്തങ്ങയില്ലേ അതിവിടെ കൊണ്ടുവന്നിട്ട് അല്ല വേണ്ട, മത്തങ്ങൻ്റെ സീഡ് ഇരിക്കുന്നില്ല, അത് നോക്കട്ടെ. ഇത് ഇവിടെ ഓക്കെ, മത്തങ്ങൻ്റെ സീഡ് വെച്ചുണ്ട്. ഇതെല്ലാം കോഴികൾക്ക് വല്ലതും കൊടുക്കാൻ പറ്റുമോ നോക്കണമല്ലോ. പശുവിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ തോന്നുന്നില്ല. സീഡ് പശുവിന് വരുന്നില്ല. ഈ ഗുരുവിൻ്റെ ഒരു ഗുണമില്ല, നമുക്ക് വേണമെങ്കിൽ കോഴികളെ ഫീഡ് ചെയ്ത് എടുക്കാം. അത് കൊള്ളാമല്ലോ. നമുക്ക് ഇതുങ്ങളെ ട്രാപ്പിലാക്കിയിട്ട് പോവാം. നമ്മുടെ കൂടെ ഇങ്ങനെ കിടന്നോളൂ, ഇതെന്തോ ദിവസമായി. നമുക്ക് ഇനി അതൊക്കെയാണ് നമുക്ക് ഇനി കൂട്ടിക്കാൻ വെച്ചെടുക്കാം. കോഴ്സ് ഇറങ്ങി പോകുന്നു കേസ്. ഇതേ ഇങ്ങോട്ട് വാ, വാ 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 വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എടാ അത് കൊള്ളാമല്ലോ, കുരു ഇല്ലെങ്കിൽ അവന്മാർ ഓടുമല്ലേ. അയ്യോ കുരു ഇല്ല, നമ്മുടെ കയ്യിലുള്ള ട്യൂബ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ആ കോഴി പോയി. ഗൈസ് നമ്മുടെ സീഡുണ്ട് കേട്ടോ, അത് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. എനിക്ക് അകത്ത് സീഡ് എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മൾ സീഡ് എടുത്തിട്ട് കൂട്ടികൾ തന്നെ നോക്കണം. ആ കുത്തിയിട്ട് വെട്ടിട്ട് പോയതിനെ തല്ലി കൊടുക്കുമ്പോൾ സീഡ് എടുത്തിട്ട് ഇൻവെൻറ്ററി വെക്കാം. ഓക്കെ, ആ സീഡ് എടുത്തിട്ടുണ്ടേ. അതെ, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ കോഴിക്കുഞ്ഞിനെയും തലക്കോഴിനെയും കുറിച്ചുണ്ട്.
നമുക്കിനി ഇവരെ ഉണ്ടാക്കിയിട്ട് ഇവന്മാരെ ട്രാപ്പ് ചെയ്യാം. ഇവിടെ ഇട്ട് ട്രാപ്പ് ചെയ്തോണ്ട് ഇങ്ങോട്ട് വയു എന്തുക കുഞ്ഞു വഴി വന്നോ? ഇനിയാണ് നിങ്ങൾ പെട്ടിരിക്കുന്നത്. ഇങ്ങനെ നോക്കുക, എന്നിട്ട് നമുക്കുള്ള ഏന് വെച്ച് കൊടുക്കുക. ഇതാണ് എൻ്റെ പ്ലാൻ. കോഴി എന്ന് പറഞ്ഞാൽ കോഴി തന്നെ. നമുക്കൊരു 2 ഏന് വെച്ചെടുക്കാം. ഓക്കെ, നമുക്ക് പോയി താറ്റാ കോഴി, നിങ്ങൾ അവിടെ കിടന്ന കേട്ടോ. ഇനി എൻ്റെ കോഴി കോഴികളും വന്നിരിക്കുന്നു. അതെ, വേറൊരുത്തി അവിടെ കിടക്കുന്നുണ്ട്, കൊടുക്കാം ഞാൻ. ഓക്കെ, നമ്മളെടുത്തിട്ട് പോയതവളാം. എനിക്ക് ഇവൾക്ക് ഞാൻ കൊടുക്കാം. സീഡ് അവിടെ. ഓക്കെ, സീഡ് വേണോ? ഓ, വന്നല്ല, ഇത്ര നേരം വേണ്ടായിരുന്നില്ല. വാ, ഞാൻ തരാം. വരാം, വാ. ഇപ്പോഴെല്ലാവരും പൊട്ടാനായി. ഇപ്പം 3 പേര് ഓടുന്നുണ്ട്. ഇതുങ്ങളൊന്നും എടുക്കത്തില്ല. ഇതൊന്നും എന്നെ പൊട്ടറ്റോ നമുക്കൊരു ഭംഗി
മരം എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പം കുറച്ച് മൈനിങ്ങിന് പോകാം. നമുക്ക് വേറെ ലാൻഡിന് പോകാം. നല്ലത് ഇവിടെ ഈ ലാൻഡ് കഴിഞ്ഞ് മരമുള്ള സ്ഥലങ്ങളിൽ പോകണം. നമുക്ക് ഇവിടെ ഞാൻ ലൊക്കേഷൻ പോവാം. ഇവിടുന്ന് നോക്കിയിട്ട് സോംബീസ് ഉള്ള ഗുഹയാന്ന് തോന്നുന്നു. ഫിഷ് നമുക്ക് ഇങ്ങനെ പോവാം. ബൈ നമുക്കൊരു ഇവിടെ സ്റ്റോൺ ഊള് ആ പോന്നു കൂടെ. നമുക്കിതാ വേണ്ടത്. ആദ്യം ഇങ്ങനെ നോക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് കയറാം. ഇവിടെ നിന്നൊരു സോംബിയുടെ നമുക്ക് പണിയാവും. ഇനി വല്ലതും എടുക്കുമ്പോൾ ചെയ്യാമല്ലോ. അതും പോയി. എന്തൊരു ഇഷ്ടം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ ഇനി എൻ്റെ ഉള്ളിലോ ഒരു ചെറിയ സാധനം വല്ലോ ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് പോകാം. നമുക്ക് ഇവിടുന്ന് കത്തിക്കാൻ പോവാം. ഇനി വല്ല ഇവിടെ ജസ്റ്റ് ചുറ്റി നോക്കിയേക്കാം വല്ലതും ഉണ്ടെങ്കിലോ. ഒന്നുമില്ല. മോശം ഇവിടെ വീണിട്ട് തേങ്ങ കിട്ടിയില്ല. കിട്ടല്ലേ, ഏതായാലും ആ കല്ല് കിട്ടി. അത് കിട്ടാത്ത സൈസ് ഐറ്റംസാണ്. നമുക്കൊരു കാര്യം, അവിടെ ഈ മരങ്ങൾ കാണുമായിരിക്കും. നമ്മുടെ വീട് എവിടെയായിരുന്നു? ഓ, ഇവിടെ. അപ്പോൾ കുത്തി സ്ട്രൈറ്റിൽ പോയാൽ മതി. കുഴപ്പമില്ല. ഇനി നമുക്കിവിടെ ബോട്ട് ഓടിക്കുന്ന സ്ഥലമാക്കി മാറ്റിയാലോ. ഇത് ഞാൻ കരയിൽ ഓടിക്കാൻ പറ്റുമോ? എനിക്ക് നമുക്ക് ഈ ബോട്ട് തല്ലി പിടിക്കണം. ഓക്കെ, ബോട്ട് നമുക്ക് ഇവിടെ ബോട്ട് ഓടിക്കാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കാം. ഞാൻ അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ബോട്ട് ഓടിക്കാൻ പറ്റും.
അയ്യോ ഓക്കെ ഇപ്പം ഇനി നമുക്കിവിടെ ടോർച്ച് നോക്കാം. ടോർച്ച് നമ്മുടെ ഇല്ല. ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് ഇന്ന തന്നെയാണോ കോള്? എൻ്റെ ഒന്നെ കോള് നമ്മളവിടെ വെച്ചിട്ട് വന്നു. നമ്മുടെ മൂന്ന് മരവും കിളത്തിലുണ്ട്. കുട്ടുമ്പൻ്റെ ഇവിടെ സുഖമാണല്ലോ അല്ല. നമുക്ക് ഈ കിട്ടിയതെടുത്ത് ഇവിടെ വെച്ചേക്കാം. കോപ്പക ചെയ്യാൻ പറ്റും. ടോർച്ച് നമുക്ക് കാര്യം ചെയ്യാം. ഇവിടെ ഒരു പൂ വെച്ച് കൊടുക്കാം. പിന്നെ അടുത്ത് തന്നെയാണ് ഉള്ളത് വേറൊരു പൂവുണ്ട്. ഈ പൂവുണ്ട്. പൂവല്ല ചെടി. ഗ്രാസിപ്പോൾ പൂവാക്കാം. ഗ്രാസ് ഒരു ദിവസത്തിന് മാത്രം ഇവിടെ വെക്കാം. ഇരിക്കത്തില്ല. പിന്നെ ഈ ഗ്രാസിനെ എടുത്തുകൊണ്ടുവന്നത് വാട്ടർ ഗ്രാസ് ഉണ്ടോ? നമുക്ക് വെള്ളത്തിൽ വെച്ച് നോക്കാം. വെള്ളത്തിൽ വെച്ചെന്നുണ്ടെങ്കിലോ വാട്ടർ തേക്കുന്നത്. ഓ ഗൈസ് എനിക്ക് പ്ലാൻ മോശം തന്നെ. കയ്യൊന്നും കിട്ടത്തില്ലേ? കൊള്ളാമല്ലോ. അത് വല്ലാത്ത പരിപാടി. അയ്യോ നമുക്ക് ധ്യാനം ചെയ്യാം. നമുക്കിവിടെ വല്ല ഒരു പൂണ്ട് ഉണ്ടാക്കി വെക്കാം. ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരു ചെറിയ പൂണ്ട് നമുക്ക് ഗ്യാസിൽ അതിനകത്ത് കൊടുക്കാം. നമുക്ക് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം. വെള്ളം കയറുന്നുണ്ട്. ഒരു ഭാവമൊന്നുമില്ല. പിന്നെ ഇവിടെ ഒന്നും കയറത്തെ. ഇപ്പൊ ഒക്കെ ഇത് വെള്ളം തേക്കുന്നു വരില്ല. ഈ സൈഡിൽ നിന്നൂടെ ഓക്കെ ഗൈസ്. നമുക്ക് ഇനി സാൻഡ്വിച്ച് കൊടുക്കാം. സാൻഡ്വിച്ച് വെള്ളത്തിൽ കൊടുക്കാം. ചൂടത്തോടെ അടിച്ചു കൊടുത്തേക്കാം. അടിച്ചു കൊടുത്തോടെ കുഴപ്പമില്ല. നമുക്കറിയാം.
ഞാൻ ചുറ്റി ഇവിടെ അടിച്ച് നോക്കിയാലോ. ഓക്കെ. അത് ഏതായാലും നമ്മൾ ഇത്ര ഉണ്ടാക്കിയത് വെറുതെയായിരുന്നു. ഇത്രയെങ്കിൽ ഇത്ര ഇങ്ങനെ ആയിക്കോട്ടെ. ശക്തമായ ഒഴുക്കാണ് ഗൈസ്. നമുക്കിത് ഇവിടെ എഴുതി വെക്കാം. ഒരുപാടില്ലേ? നമ്മുടെ നമ്മുടെ കഴിക്കുന്ന ചെടി വെച്ച് കൊടുക്കാം. അവിടെ ഇരിക്കട്ടെ, ഇത് മതി. നമ്മൾ ഇന്നത്തെ വീട് വെച്ചിട്ട് എന്നാൽ ഇനി നമുക്ക് ഉറപ്പായിട്ട് ഈ ആഴ്ച എടുക്കണം. നമുക്ക് ഫസ്റ്റ് എടുക്കാനുള്ള വുഡിനുള്ള എൻട്രൻസ് നമ്മൾ എടുക്കാൻ എനിക്ക് ടോർച്ച് ഉണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാക്കിയിട്ട് പോകണം. നമ്മൾ അറിയിട്ടില്ല എവിടെ പോകേണ്ടതെന്ന്. നമ്മൾ വന്നത് ഈ സൈഡില്ല, അപ്പോൾ ഈ പൊസിഷനായിരിക്കും. അല്ല, ഈ പൊസിഷൻ ഇങ്ങോട്ട്. ഇവിടെ ഒരു കമ്പും ഇവിടെ ഒരു കമ്പും. ഓക്കെ, നല്ല സോറി. ഈ വക മരമുള്ള സൈസിലോട്ട് എത്തിയാണ്. നമുക്ക് ആകെയുള്ള എല്ലാ സൈസ് മരങ്ങളും ഉണ്ട്. ഇവിടെ തന്നെയായിരുന്നു ഫസ്റ്റ് വേണ്ടത്. നമുക്കിതൊന്ന് പൊട്ടിച്ചേക്ക് പോകാം.
കൊള്ളാം. നമുക്ക് ഈ വുഡ് ഇത്ര പോരാ, നമുക്ക് കുറച്ച് കിട്ടുക. സ്റ്റോൺ മീൻ വേണം, പല ഐറ്റത്തോടെ ആവശ്യമാണ്. നമുക്കൊരു ചെറിയ വീട് വേറെ ഉണ്ടാകണം. എന്നിട്ട് നമുക്ക് ഇതൊരു സിറ്റി പോലെ ആക്കി, അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രാമം പോലെ ആക്കി എടുക്കണം. സ്റ്റിക്ക് ചുമ്മാ മേടിച്ചാൽ നമുക്ക് സ്റ്റിക്ക് കിട്ടും. നമുക്ക് ഇനി ഈ മരമല്ല മെയിനേ വേണ്ടിയുള്ള. നമ്മൾ പിക്കാക്സിൻ്റെ ഹെൽത്ത് വന്നിട്ടുണ്ട്. ഇവിടെ കിട്ടത്തുള്ളതായിരിക്കും. ഓക്കെ, ഇനി എവിടെയാ? ഇനി അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ മരങ്ങൾ കുറേ കിട്ടും. പക്ഷേ ഇൻഷുറൻസ് എത്തുമ്പോഴായി ഇത് പറഞ്ഞതാണ്. ഇത് 20ആയി. 20 പോയാൽ നോക്കാം. ഇത് മാക്സിമം ഒരു 50 സെൻറ്റെങ്കിലും ശരിയാക്കില്ല. പിന്നെ ഇവിടെ വേണ്ട ആവശ്യമേ വരത്തില്ല. ഇവിടെ എന്തോ ഉണ്ടല്ലോ, പശുവാണ്. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ്സ് ഒട്ടിന് പോകും. ഉറപ്പാണ് ഹെൽത്ത് പോകുന്നു. ഇപ്പോൾ 26 വുഡായിട്ടുണ്ട്. പതിനെട്ടായിട്ടുണ്ട് ഈ വുഡ്. ഓക്കെ, ബാക്കി നമുക്ക് ഇവിടെ ഏതോ സൈസ് മരമുണ്ട്. എന്ത് സൈസ് ഈ മുടി ഇട്ടാൽ മതി. 31. ഇനി നമുക്ക് ഈ ഇവിടെ 31 ആക്കിയിട്ട് പോവാം. 30 സ്വന്തമാക്കി പോവാം. ഇതല്ലേ ഓട്ടാത്തത് കിട്ടുക. ഓക്കെ, ഇപ്പോൾ വുഡ് എടുത്തായി 32. ഓക്കെ, കറക്റ്റ്.
ഗൈസ് കണ്ടു ഗൈസ്, വെള്ളത്തിൻ്റെ അടിയിൽ ഇത് കൊള്ളാമല്ലോ. നമുക്ക് വന്നെടുക്കാം. മേലോട്ട് ഓക്കെ വെള്ളത്തിൻ്റെ നമ്മളിനകത്ത് അടിപൊളിയായില്ലേ. ഒരു രക്ഷപ്പെട്ടു ഗൈസ്. നമ്മൾ വന്ന സ്ഥലം ഏതായിരുന്നു? അതെ, അങ്ങോട്ട് പോകണ്ട. നമുക്ക് എന്ത് തല്ലിക്കൊന്ന് എല്ലാം കിട്ടും. സാധ്യം എന്നെ കുതിരേനെ തല്ലിക്കൊന്നു, ഒരു തേങ്ങ കിട്ടില്ല ഗൈസ്. അതാണ് അത്ഭുതം. നീന്തി പോവാം. മീനെ പിടിക്കാൻ നീന്തേനെ. ഇന്ന് ചെയ്യുന്ന നമുക്ക് ബോട്ട് പിന്നെ എടുക്കേണ്ട ആവശ്യം വരത്തില്ല. എത്തിയ അവസാനം നമുക്ക് നമ്മൾ വീട്ടിലൂടെ സ്പീഡിൽ പോവാം. നമുക്കൊരു മരത്തിന് തൈ കിട്ടിയിട്ടുണ്ട്, അവിടെ നട്ടിട്ട് പോവാം. നമ്മുടെ മുമ്പത്തെ 3 മരം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ഈ മരം നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഇപ്പോൾ ഏതായാലും നമുക്ക് ആവശ്യമുള്ള മരമായിട്ടുണ്ട്. നമുക്കിവിടെ പോയിട്ട് കിട്ടിയത് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ കുറേ ഉണ്ടാക്കിയിട്ട് പോവാം. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, പിച്ചാൻ ഒട്ടും ആവശ്യമില്ല. നിങ്ങളോ സ്റ്റോൺ ഇല്ല കേട്ടോ. ഇപ്പം തീരും കേട്ടോ. നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ വുഡോട് ഉണ്ടാക്കി പോവാം. അല്ല വേണ്ട, അങ്ങനത്തെ തന്നെ വുഡ് നമുക്ക് വേണമെന്ന് തോന്നുന്നു. ഏണിൻ്റെ ആവശ്യമില്ല, സ്ലാബിൻ്റെ ആവശ്യമില്ല. ഇതിനകത്തൊക്കെ ആവശ്യമുണ്ട്. ഇതെന്നാ? സ്റ്റോണില്ല. നമ്മുടെ നമുക്ക് വുഡിൻ്റെ ഇതൊന്നും ഉണ്ടാക്കണം. 1 2 3 ഇത് മെയിനാണ് വേണ്ടിയത് നമുക്ക്. നമുക്കിനി നമ്മുടെ ഇൻവെൻറ്ററിയിലുള്ള എല്ലാ സാധനങ്ങളും ഒക്കെ അതൊക്കെ അല്ലാണ്ട് ഇവിടെ വരും അതൊക്കെയുണ്ട്. നോക്കാം, അതിൽ നോക്കിയിട്ട് പോവാം. ഇവിടെ നമുക്ക് വുഡ് വെക്കാനുണ്ട്, ഇത് വെക്കാനുണ്ട്, സ്റ്റോൺ വെക്കാനുണ്ട്. സ്റ്റോണിൽ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. സാൻഡ്, വൂഡ്, റെഡ്, ഇനീൻ്റെ ആവശ്യമില്ല. ഇത് സ്റ്റിക്കും വേണ്ട, ആവശ്യമുള്ള ഐറ്റംസ് കയ്യിലുണ്ട്, അത് മതി.
ഗൈസ് ഇത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് ആണ്, നമുക്ക് സർവൈവൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഞാൻ സോംബീസ് ഇല്ലാത്തതിൻ്റെ ഇതെടുത്തേക്കുന്നത്. സോംബീസ് ഉള്ളതാണെങ്കിൽ നമ്മൾ എല്ലാം ചത്തുകൊണ്ടിരിക്കും. സോംബീസ് ഇല്ലാത്തതിൻ്റെ ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒട്ടും സോംബീസ് ആകെ മൃഗങ്ങളും അതുകൊണ്ട് രാത്രി സമാധാനത്തോടെ നടക്കാം. അതിന് ഓർക്കും നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നത് നമ്മൾ രാത്രി മുഴുവൻ വീട് ചുറ്റും സോംബീസായിരിക്കും. ഭയങ്കര പാടാണ് തിരിച്ചു പോകാൻ. നമുക്ക് മൈനിങ്ങിന് പോകുമ്പോഴേക്കും ഒരു അസ്ഥികുളത്തിൻ്റെ അടുത്തന്നില്ലേ, അപ്പോൾ നമ്മൾ അമ്പത് കൊല്ലും. അങ്ങനത്തെ വലിയ വലിയ കുഴപ്പങ്ങളാവുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ. നമുക്കിതിൻ്റെ പാർട്ട് 2 നമുക്കിതിൻ്റെ ബാക്കി വീഡിയോ വിടുന്നതായിരിക്കും ഉടൻ തന്നെ. ടാറ്റാ.